പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്ത കാരുണ്യത്തിനുറവിടമായ കർത്താവെ, പുതിയൊരു ആകാശവും പുതിയൊരു ഭൂമിയും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുമെന്ന അങ്ങയുടെ വാഗ്ദാനത്തെ അനുസ്മരിക്കുന്ന ഇന്നേ ദിനം ഞങ്ങളെ ഓരോരുത്തരെയും സമ്പൂർണ്ണമായിട്ട് അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കും. അങ്ങയുടെ കാരുണ്യവും സ്നേഹവും ചൈന്യവും ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം. നിൻ്റെ കൃപകളും നിൻ്റെ ചൈന്യവും ഞങ്ങൾ ഓരോരുത്തരും സ്വീകരിക്കുന്ന ഞങ്ങൾ അങ്ങയുടെ വചനത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുവാനും ഞങ്ങളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു. സർവ്വതും കടന്നുപോയെന്നാൽ അങ്ങയുടെ വചനം കടന്നുപോയില്ലെന്ന തിരുവചനത്തെ ഞങ്ങൾ സമ്പൂർണ്ണമായിട്ടും ഓർക്കുകയും അങ്ങയുടെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യും. കാരുണ്യവാനായ കർത്താവേ, ഇന്നേ ദിനം നീ നൽകിയ എല്ലാ കൃപകൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നിൻ്റെ സാന്നിധ്യവും സാമീപ്യവും അനുഭവിക്കുവാനും കാലത്തിൻ്റെ മാറ്റങ്ങൾ മനസ്സിലാക്കുവാനും കൃപ നൽകി അനുഗ്രഹിക്കണം. അത്തിവൃക്ഷം തളർക്കുമ്പോൾ ഉഷ്ണം കടന്നു വരുന്നുവെന്ന് മനസ്സിലാക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ സാഹചര്യങ്ങളും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നഷ്ടപ്പെടുത്താതിരിക്കുവാൻ ഞങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം. അനന്ത കാരുണ്യത്തിനുറവിടമായ കർത്താവേ, ഈ ദിവസത്തെ സമ്പൂർണ്ണമായിട്ടും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ ഇന്നുവരെ നീ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയും. ഈ ദിവസം പ്രത്യേകിച്ച് നീ ഞങ്ങൾക്ക് നൽകി ആ കൃപകളെ ഓർത്തുകൊണ്ട് ഞാൻ അങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മാർപ്പിച്ച് അംഗീകരിക്കുന്നു. നിൻ്റെ സാന്നിധ്യം, നിൻ്റെ സാമീപ്യം, നിൻ്റെ കൃപകൾ ഞങ്ങൾ പകർന്നു കൊടുക്കുവാൻ കൂടിയുള്ളൊരു വിളി ഞങ്ങൾക്കുണ്ടെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് ഇന്നേതിനെ നീ നൽകി അനുഗ്രഹിക്കുന്നത്. കാരുണ്യവാനായ കർത്താവേ, നീ നൽകിയ ഈ ദിവസത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസത്തെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നിൻ്റെ സ്നേഹവും ചൈന്യവും അനുഭവിച്ചറിഞ്ഞ് ഞങ്ങൾ കണ്ടുമുട്ടിയ എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. രോഗങ്ങൾ, ദുരിതങ്ങൾ, അസ്വസ്ഥതകൾ, വേദനകൾ, തകർച്ച നേരിടുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും അങ്ങ് ജീവിതത്തിൽ ഇടപെടുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിവാഹ തടസ്സം നേരിടുന്നവർ, സാമ്പത്തിക മേഖലകളിൽ തകർച്ച നേരിടുന്നവർ, രോഗങ്ങളായി ഹോസ്പിറ്റലുകളിലും മറ്റും കഴിയുന്നവർ, രോഗം എന്താണെന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെ വലയുന്നവർ, ഇവരെയും കുടുംബത്തിൽ ദാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്ന വ്യക്തികളെയും മക്കളെ ഓർത്ത് വേദനിക്കുന്ന എല്ലാവരെയും കർത്താവേ, ഇന്നും നിൻ്റെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. നിൻ്റെ വചനത്തിന് മാറ്റം വരികയില്ലെന്ന് നിൻ്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൃപ നൽകി ഇവർക്ക് അനുഗ്രഹം നൽകണം. പർവ്വതങ്ങൾ കടന്നുപോയേക്കാം, ആകാശത്തിലെ നക്ഷത്രങ്ങൾ അടന്നു വീണേക്കാം, സമുദ്രം പറ്റിപ്പോയേക്കാം, എന്നാൽ ഒരിക്കലും പറ്റാത്ത നിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ഇവർക്ക് ഏവർക്കും കൃപ നൽകി അനുഗ്രഹിക്കണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ദൂതന്മാരുടെ രാജാവായ നസ്രേക്കാനേശുവെ, പെട്ടെന്നുള്ള മണ്ണത്തല്ല അപകടനകളെ കാത്തുകൊള്ളണം. ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകണമേ. പ്രഭാതത്തിൽ എഴുന്നേറ്റങ്ങി മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.